ഗുഡ് മോർണിംഗ്. കമ്പനികൾക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് 9 കാർഡിനൽ റൂൾസ് ഉണ്ട്. ഈ കാർഡിനൽ റൂൾസിനെ പറ്റി നമുക്ക് വിവരിച്ചു തരുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം എമിനന്റ്, വൈബ്രന്റ് ആൻഡ് യൂത്ത് ഐക്കൺ ആയ വേദിക് സ്കോളർ കൂടിയായ ഫിദാസ് കറദൂർ അവർക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എവിടെയും അനുവാദത്തോടുകൂടി ഫിദാസ് കറദൂർ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സോ ഓൾ സെറ്റ്. താങ്ക് യു. മിറാക്കിൾ മോർണിംഗിന്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ സുപ്രഭാതത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഉണ്ണീഷേട്ടൻ എന്നെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു പീക്ക് മൊമെന്റം സ്റ്റേജിലൂടെയാണ് ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന, ഞാനത് എൻ്റെ ടീമിന്റെ ലെവലിൽ മാത്രമല്ല പറയുന്നത്, എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ഏകദേശം ഒരു 10-12ഓളം ആൾക്കാർ ഈ മാസം ആദ്യമായിട്ട് LOB അച്ചീവർ ആയിട്ട് മാറാൻ പോകുന്നു. അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് പോകുന്നു. മുൻപെങ്ങുമില്ലാത്ത അത്രമാത്രം ഹൈ മൊമെന്റം ഓരോരുത്തരുടെയും ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, പവർ പാക്ഡ് ആയിട്ടുള്ള മിറാക്കിൾ മോർണിംഗിന്റെ 2.0 വേർഷനിലൂടെ നിരവധി സെഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിരവധി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ഫുൾ എനർജി, ഫുൾ പവർ നമുക്ക് ഓരോ ദിവസവും ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റിലൂടെയാണ് നമ്മളുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നാള് നമ്മൾ കേട്ടിട്ടുള്ള സെഷൻസ് എല്ലാം തന്നെ എന്താണ് ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത് എന്നാണ് പഠിച്ചത് എങ്കിൽ ഇന്ന് എൻ്റെ സബ്ജക്റ്റ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, 9 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാൻ പാടില്ല. നമുക്ക് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെക്കാൾ ഒരുപക്ഷെ ചെയ്യരുതാത്ത കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൂടുതലാണ്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ബട്ട് ഒരു നേരം അല്ല, ഈ നിമിഷം തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറയണമെങ്കിൽ ഒരു ടീസ്പൂൺ മണ്ണെണ്ണ നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. 9 കാര്യങ്ങൾ, കാർഡിനൽ റൂൾസ് എന്നാണ് വിന്നിംഗ് ടീം ഇതിനെ പറയുന്നത്. കാർഡിനൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളെയാണ് കാർഡിനൽ റൂൾസ് എന്ന് പറയുന്നത്. കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങൾ പോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാർഡിനൽ റൂൾസ്. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ഡു നോട്ട് ഹർട്ട് എനിബഡീസ് ഈഗോ. നമുക്ക് എല്ലാവർക്കും ഇത് പ്രത്യേകിച്ച് ഒരു പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. പല കുടുംബങ്ങളിൽ ജനിച്ച, പല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് വരുന്ന, പല എക്സ്പീരിയൻസുകളുമായിട്ട് വരുന്ന നിരവധി വ്യക്തികളാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. മനുഷ്യന് പ്രധാനമായിട്ടും വികാരങ്ങളെക്കാൾ വിചാരങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടാവേണ്ടത് നമ്മൾ പറയുമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വികാരജീവികളാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ ഇമോഷൻസ് ആണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ നമ്മളെ കൊച്ചാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപക്ഷെ നമുക്ക് വളരെയധികം വിഷമം ക്രിയേറ്റ് ചെയ്യാൻ അത് കാരണമായിട്ട് തീരുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു 4-5 ആളുകൾ കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ ആക്കി സംസാരിക്കുക എന്ന് പറയും. എന്താണ് ഈ ആക്കി സംസാരിക്കല്? ഒരു വ്യക്തിയെ കോർണർ ചെയ്ത് അദ്ദേഹത്തിനെ നമ്മൾ കളിയാക്കുന്ന രീതി. ചിലപ്പോൾ നമ്മൾ പറയും, ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഉദ്ദേശിച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല എന്ന് പറയുമെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കേൾക്കുന്ന വ്യക്തിക്ക്, പ്രത്യേകിച്ചും അത് പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ ഇമോഷൻ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിലും ഇവരൊക്കെ ഏത് സമയത്തും തരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെ ആസാക്കുന്ന വ്യക്തികളാണ് എന്നുള്ള തരത്തിലേക്ക് അവര് ചിന്തിക്കാനും അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം നമ്മുടെ ഈ ബിസിനസ്സിനെതിരായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ബിസിനസ്സിൽ നിന്ന് പോകുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഒരിക്കലും അവർ ഈ വെസ്റ്റീജ് ഇഷ്ടമല്ലാതെ അല്ല പോകുന്നത്. മിക്കവാറും കേസുകളിൽ അവർക്ക് ഇവിടെയുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഓർമ്മകൾ, ചില മെമ്മറീസ് അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസുകൾ മോശമായതിന്റെ പുറത്താണ് പോകുന്നത്. സോ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ആസ് എ വിന്നിംഗ് ടീം സെർവർ, നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന വ്യക്തികളാണ്. സോ മറ്റൊരു വ്യക്തിയുടെ ഇമോഷനെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കാം, ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹം സപ്പോസ് ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നു, വൈകി വരികയാണ്. അപ്പോൾ നമ്മൾ അവരെ വരുന്ന സമയത്ത് തന്നെ ചോദിക്കുകയാണ്, എന്താ മനുഷ്യ നിങ്ങൾ ഇത്ര നേരം വൈകി, സമയം പറഞ്ഞാൽ സമയമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വ്യക്തിയെ മേ ബി നമ്മൾ ആ വ്യക്തിയെ ഗുണദോഷിക്കുന്ന സമയത്ത്, നമ്മളുടെ ഭാഷ അതായിരിക്കുമല്ലോ,
ഗുണദോഷിക്കുന്ന സമയത്ത്, ആ വ്യക്തി നന്നാവാൻ വേണ്ടി ഗുണദോഷിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഓ ഞാൻ വന്നിട്ട് എന്നെ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്ര കഷ്ടപ്പെട്ട എത്തിയെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് മനസ്സിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും എന്ത് വിഷയത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കാം. ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഈഗോനെ ഹേർട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ മനസ്സിനെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ നമുക്ക് എന്തുകൊണ്ട് അവരെ ഇൻസ്പയർ ചെയ്തുകൂടാ. അപ്പോൾ നമ്മളെപ്പോഴും എന്തിൽ എക്സ്പെർട്ടായിട്ട് മാറണം? ഒരു വ്യക്തിയെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നതിൽ എക്സ്പെർട്ടായിട്ട് മാറുക. അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ എക്സ്പെർട്ട് ആയിട്ട് മാറരുത്. ഒരു വ്യക്തിയിൽ കണ്ടെത്തുക എന്താണ് അവരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈഗോ, പോസിറ്റീവ് ആയിട്ടുള്ള ഈഗോ എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ്ങിൽ നമ്മൾ പറയുന്ന ആ ഈഗോ അല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒരു പോസിറ്റീവ് ലെവലിലുള്ള അവരുടെ ഇമോഷൻസും ഒക്കെ വളരെയധികം നല്ല ലെവലിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് വീണ്ടും 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 വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് ജനിപ്പിക്കുന്നതിൽ കാരണമായിട്ട് തീരുന്നുണ്ടായിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ബിസിനസ്സിൽ വളരെയധികം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് മേഖലയാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ ചില കേസുകളിൽ ലേഡീസ് ആവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക, ചില കേസുകളിൽ ജെൻസ് ആവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. നമ്മൾ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം, ഈ കാർഡിനൽ റൂൾസിലെ രണ്ടാമത്തെ ഈ പോയിന്റ്, ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്. മറ്റൊരു വ്യക്തിയുടെ ജീവിത പങ്കാളിയുമായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും വെക്കാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും. പ്രത്യേകിച്ചും അത് സ്ത്രീയോടാണെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂ. പുരുഷനോടാണെങ്കിൽ നോ ഇഷ്യൂ. അപ്പൊ എപ്പോഴും ഇതെന്താണ് ഇതിന്റെ പ്രാധാന്യം? കാരണം നമ്മൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലിയുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ്, മനസ്സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളൊരു സ്ത്രീ പുരുഷനോടോ പുരുഷൻ സ്ത്രീയോടോ ഇടപെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഹോം മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ലേഡി ഡിസ്ട്രിബ്യൂട്ടറാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ ആ ലേഡി ഡിസ്ട്രിബ്യൂട്ടറുടെ കൂടെ പോകുന്ന സമയത്ത് 100%, സപ്പോസ് ഞാൻ തനിച്ചാണ് എങ്കിൽ, ശരണ്യ കൂടെ ഇല്ല എങ്കിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരണ്യ കൂടെ ഇല്ല എങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ശരണ്യക്ക് അറിഞ്ഞിട്ടുണ്ടാവണം ഞാൻ ആരുടെ കൂടെ പോകുന്നു, ഞാൻ എവിടെ പോകുന്നു. സപ്പോസ് നമ്മളിപ്പോ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ പോലും അവിടെയും നമ്മൾ എന്തായിട്ടുണ്ടാവണം? കറക്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ടായിരിക്കണം. എൻ്റെ പാർട്ട്ണറും അവരുടെ പാർട്ട്ണറും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മളുടെ ആക്ടിവിറ്റി എന്നുള്ളത്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പരമാവധി ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചെല്ലാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് അഭികാമ്യം. കാരണം നമ്മൾ അവിടെ പോയിട്ട് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ലേഡിയെ സപ്പോസ് ബൈക്കിൽ കൂട്ടിയിട്ടാണ് വന്നതെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അവർ എക്സ്പ്രസ് ചെയ്തോളണം എന്നില്ല, ചിന്തിച്ചേക്കാം നാളെ എൻ്റെ വൈഫ് ബിസിനസ്സിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറ്റു പല ആൾക്കാരുടെയും ബൈക്കിന്റെ ബൈക്കിൽ പോകേണ്ടി വരില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചില വികാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഒരിക്കലും പരമാവധി ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും ഇടപെടുക. രാത്രി പരമാവധി ഒരു 10 മണിക്ക് ശേഷം ഫോൺ ചെയ്യാതിരിക്കുക. ഇനി എമർജൻസി ആയിട്ട് ഫോൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരുടെ അടുത്ത് പറയാ, സമയം 10 മണി ആയെന്ന് എനിക്കറിയാം, എന്നാൽ പോലും ഞാൻ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അത്തരത്തിൽ ഡീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്, രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളുള്ള വ്യക്തികളാണ്. ചില വ്യക്തികളുടെ കയ്യിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടായിരിക്കും, ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ചില ടൈറ്റുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ, ഇപ്പൊ നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നു, ആ ടീമിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള ഡീലിങ്സ് നടത്തരുത്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി വ്യക്തികൾ അവരുടെ ബിസിനസിന്റെ ഏറ്റവും നല്ല
ഹൈ സ്റ്റേജിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ബിസിനസ്സിൽ അവർ വളരെയധികം മോശം സ്റ്റേജിലേക്ക് പോവുകയും ഒരു സമയം കഴിഞ്ഞ സമയത്ത് വെസ്റ്റീജിൽ നിന്ന് തന്നെ പോകേണ്ട സിറ്റുവേഷനും വന്നിട്ടുള്ള ചില കേസുകളുണ്ട്. അത് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം വന്നത് അവർ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നത് അവരുടെ ടീമിൽ നിന്ന് തന്നെയാണ്. അത് വളരെയധികം ഡേഞ്ചർ ആണ്. ഒരു സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ ടീമിൽ നിന്ന് പുറത്തു പോയി മറ്റു ടീമിലുള്ള വ്യക്തികളുടെ അടുത്തു നിന്നുകൂടെ ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അത് വളരെയധികം പിന്നീട് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള, നമ്മൾ പറയാറുണ്ട് റോളിംഗ്, ഒരിക്കലും നമ്മുടെ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓരോ രൂപയ്ക്കും അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഒരു യാത്ര പോവുകയാണ്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാറിൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകുന്ന ഒരു പ്ലാനിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം, ഓക്കെ അപ്ലൈൻ്റെ കാറിലാണ് പോകുന്നതെങ്കിൽ നോർമലി ആ വണ്ടിയുടെ ഡീസൽ അടിക്കുന്നതും ഫുഡിന്റെ അത്തരത്തിലൊക്കെ അത് ഒരുപക്ഷെ അപ്ലൈൻ കൊടുക്കുമായിരിക്കാം. ബട്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് സാമ്പത്തികമായിട്ട് നമ്മളെല്ലാവരും ട്രാൻസ്പെറന്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണോ അതിന്റെ എമൗണ്ട് വരുന്നത് അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി മാറ്റുക. ആദ്യം സാധാരണ രീതിയിൽ മറ്റേത് ബിസിനസ്സിലും ആദ്യം ഡെലിവറി, അതിനുശേഷം പേയ്മെന്റ് എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം, അല്ലെ? ഏത് ബിസിനസ്സും ഏത് സാധനം വാങ്ങുന്ന സമയത്തും അങ്ങനെയാണ്. ഇവിടുത്തെ സിസ്റ്റം വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് ആദ്യം പേയ്മെന്റ് കൊടുത്തിട്ട് വേണം ഏത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു ടിക്കറ്റ് എടുക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു മീറ്റിംഗ് വരുന്നു, അതിനൊരു ടിക്കറ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിന് പേയ്മെന്റ് അയച്ചു കൊടുക്കുക. ടിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്തല്ല ഇത് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ ഒരു രൂപ അങ്ങോട്ടോ നിങ്ങൾക്ക് ഒരു രൂപ ഇങ്ങോട്ടോ കിട്ടാനുള്ള സിറ്റുവേഷൻ ഒരു കാരണവശാലും ഉണ്ടാവാതെ നോക്കുക. ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പോൾ പലപ്പോഴും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഒക്കെ ചെയ്ത് കുറെ കാലം ചെയ്തിട്ട് നല്ല രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടും പച്ച പിടിക്കാതെ പോകുന്ന നിരവധി വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് അവർ പച്ച പിടിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് കണ്ടിട്ടുള്ളത്, അവർക്ക് കിട്ടിയ എമൗണ്ടിനേക്കാൾ കൂടുതൽ അവർ പല ആളുകൾക്കുമായിട്ട്, പ്രത്യേകിച്ചും ടീമിലുള്ള വ്യക്തികൾക്ക് പല സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കലും ഒക്കെയാണ് നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇവർക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇവർക്ക് ഒരു സേവിങ്സോ ഒരു ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഒരു റിച്ച് ആൻഡ് ഫേമസ് ആയിട്ട് മാറാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിച്ച് ആവാനുള്ള ആദ്യത്തെ പാഠമാണ് കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങാതിരിക്കുക. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാതിരുന്നാൽ തന്നെ അത് തന്നെ വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്നതായിട്ട്, അതായത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് റൂൾ നമ്പർ 3. ഓക്കെ, അടുത്തൊരു പോയിന്റ് വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പലപ്പോഴും നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും, വളരെയധികം നമുക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാവും. ഇത് ശരിയാവുമോ? എന്തുകൊണ്ടാണ് ഇപ്പൊ വെസ്റ്റീജ് സൈഡ് വോളിയം 2100 PV വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ ബ്രോൺസ് ആയി എനിക്ക് കിട്ടിയത് 6000 രൂപയാണ്, എന്തുകൊണ്ട് എനിക്ക് 6000 രൂപ കിട്ടി? പ്ലാൻ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഏകദേശം ഒരു 8000-നും 10000-നും ഇടയിലൊക്കെ മിനിമം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ബ്രോൺസ് ആയപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് 5000 രൂപയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലൊരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ ഈ കൺഫ്യൂഷനും വച്ച് ഇത് നമുക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ടീം ബിൽഡിംഗ് ബോണസ് അടക്കം കിട്ടുന്ന ഒരു ബ്രോൺസ് ഡയറക്ടർക്ക് എന്ത് വരുമാനം കിട്ടും, നമുക്ക് അവർക്കാണ് ഈ പറയുന്ന എമൗണ്ട് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നോർമലി അറിയാം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു പക്ഷേ ആ അറിവില്ലാത്ത സമയത്ത് നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ടീമിലുള്ള ഡൗൺലൈനെ വിളിച്ചിട്ടാണ് പറയുന്നത്, അതെ ഇവർ ഈ വിചാരിക്കുന്ന പോലെയുള്ള എമൗണ്ട് ഒന്നും കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല. അപ്പോ എനിക്കറിയില്ല എന്താണ്, എനിക്ക് ആകെ കിട്ടിയത് ഇതാണ്. ഇത് എവിടെ പോയിട്ടാണ് പറയണത്? ഡൗൺലൈൻ്റെ അടുത്താണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് ലൈൻ്റെ അടുത്താണ്. അപ്ലൈൻ, ഡൗൺലൈൻ, ക്രോസ് ലൈൻ, 3 ടെർമിനോളജികൾ നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്ത വ്യക്തിയാണ്. ഡൗൺലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ടീം, അതാണ് നമ്മുടെ ഡൗൺലൈൻസ്. മൂന്നാമത്തത് ക്രോസ് ലൈൻ. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ
അപ്ലൈൻ്റെ ഡൗൺലൈൻ ആണ് ക്രോസ് ലൈൻ. എന്ന് പറഞ്ഞാൽ അപ്ലൈൻ്റെ മറ്റൊരു ഫാമിലിയിൽ പെട്ട ഏത് അപ്ലൈൻ ആവട്ടെ, നമ്മളുടെ വിന്നിംഗ് ടീമിൽ നോക്കുകയാണെങ്കിൽ SP ഭാരൽ സാറ് തുടങ്ങിയിട്ടുള്ള ഇവരെല്ലാവരും നമ്മുടെ ക്രോസ് ലൈൻസ് ആണ്. ക്രോസ് ലൈൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പോയിട്ട് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾ പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്തായിട്ട് പോവും, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്ക് അവർക്കും ഒരു ഫീലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, ഏതെങ്കിലും അപ്ലൈൻ അല്ല, ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന, റെഗുലർ ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്ന, റെഗുലർ ആയിട്ട് ബുക്ക് റീഡ് ചെയ്യുന്ന, റെഗുലർ ആയിട്ട് CP കേൾക്കുന്ന, റെഗുലർ ആയിട്ട് പേഴ്സണൽ PV ചെയ്യുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും വരുന്ന നമ്മുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ അവരുടെ അടുത്താണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ മിനിമം ബ്രോൺസിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ആയിട്ട് അദ്ദേഹത്തിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ എന്ത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അപ്ലൈനുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷൻസും ഒരു നെഗറ്റീവും നമ്മൾ നമ്മളുടെ ടീമിൽ ഷെയർ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ആ വ്യക്തി നമ്മൾ കാണാറുണ്ട് അല്ലെ, അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപക്ഷെ നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും, ഇതുകൊണ്ടാണ് എനിക്ക് ഇൻകം കുറഞ്ഞത് എന്ന് നമ്മൾ പിന്നീട് റിയലൈസ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ അതിന് മുൻപ് ആദ്യം തന്നെ എന്ത് വെട്ടിയിട്ടുണ്ട്, കൊമ്പ് വെട്ടിയതിന് ശേഷമാണ് നിങ്ങൾ മഴുവിന് മൂർച്ച കൂട്ടാൻ വേണ്ടി പോകുന്നത്. സോ അത് ഒരു കാരണവശാലും അത് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വേറൊരു രീതിയിൽ പറയാറുണ്ട്, നിന്നുകൊണ്ട് കാലുമ്മ വെടിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, സ്വന്തം കാലുമ്മ വെടിവെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതേപോലെയാണ് നെഗറ്റീവ് ന്യൂസുകൾ നമ്മളുടെ ടീമിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ടീമിൽ മാത്രമല്ല, നിങ്ങളുടെ ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ്റെ മറ്റ് ഡൗൺലൈൻ ടീമുകളിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത്. കാരണം ഒരുപക്ഷെ അത് നമ്മുടെ അപ്ലൈൻ്റെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള കാരണമായിട്ട് തീരുന്നുണ്ടാവും. കൂടാതെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മളിപ്പോൾ ഒരുപക്ഷെ DLCPയിലും അതുപോലെ തന്നെ നമ്മൾ CEO മീറ്റിങ്ങുകളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പല വ്യക്തികളും ഏത് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വ്യക്തികളാണെന്ന് പോലും നമുക്കറിയില്ല. നമ്മളുടെ ഏത് കാര്യങ്ങളാവട്ടെ, നമുക്ക് ഏത് വിഷയത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്ലൈൻ ഉണ്ട് എങ്കിൽ 100% അപ്ലൈൻ തരുന്ന ഇൻഫോർമേഷൻസ് മാത്രം ഫോളോ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ പല വ്യക്തികളും പല രീതിയിൽ ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളുടെ അപ്ലൈൻ പറയാണ് ഇന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇന്ന കാര്യം സംസാരിച്ചോളൂ, സോ യു ക്യാൻ ഗോ എഹെഡ്. അതല്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യരുത്. മിണ്ടരുത് എന്നല്ല പറയണത്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചോ നിങ്ങളുടെ ഇൻകത്തിനെ കുറിച്ചോ നിങ്ങളുടെ സ്ട്രക്ചറിനെ കുറിച്ചോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരു വ്യക്തികളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഓക്കെ, ഇതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഡു നോട്ട് ഡു എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്തൗട്ട് ചെക്കിങ് യുവർ അപ്ലൈൻ. ഇപ്പൊ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറെ ഐഡിയാസ് വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയണമെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി, ഏതെങ്കിലും ഒരു കരയോഗമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആവാം. അവിടെ നമ്മൾ നോട്ടീസൊക്കെ വെച്ച് ഹെൽത്തിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അവിടെ ഒരു വെൽനസ് ക്യാമ്പ് നമ്മൾ വെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ അവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ആലോചിക്കുന്ന സമയത്ത് പോസിബിലിറ്റി ഉണ്ടോ? വളരെയധികം ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അപ്ലൈനുമായിട്ട് ചെക്ക് ചെയ്യാതെ ഇത് ചെയ്യരുത്. കാരണം ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ആണോ, പോസിറ്റീവ് റിസൾട്ട് ആണോ നെഗറ്റീവ് റിസൾട്ട് ആണോ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും, എന്ത് കാര്യമാവട്ടെ, ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈൻ്റെ അടുത്ത് സംസാരിക്കുക. നിങ്ങൾക്ക് അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കാതെ ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾക്കൊരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യാം, ഹോം മീറ്റിംഗ് നടത്താം. പേസ് മീറ്റിംഗ് ഫിക്സ് ചെയ്യാം, പേസ് മീറ്റിംഗ് നടത്താം, വേണം. അല്ലാതെ
ഇത് അപ്ലൈൻ്റെ ഒഴിവ് നോക്കിയിട്ട് ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യരുത്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഹോം മീറ്റിങ്ങുകൾ റെഗുലറായിട്ട് നിങ്ങളുടെ ടീമിൽ നടത്തുക എന്നുള്ളത് വളരെയധികം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പേസ് മീറ്റിംഗ് ആണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ ഏത് മീറ്റിങ്ങുകൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം അപ്ലൈൻ ഒരു പക്ഷേ ഇതിന് മുൻപ് ഇതുപോലെ ചെയ്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉള്ള വ്യക്തിയാണോ നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ കുഴിയിൽ ചാടുന്നതിന് മുൻപ് കുഴിയിൽ ചാടിയിട്ടുള്ള വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ചാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പറയുന്ന പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്. എന്ത് കാര്യവും ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം, രണ്ട് മിസ്യൂസ് ചെയ്യാം. അപ്പോ പ്രോപ്പർ യൂസേജ് ആണോ മിസ്യൂസിങ് ആണോ, എന്താണ് ഇതിന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത് ശരിക്ക് ഞാൻ ഈ ബിസിനസ്സിൽ എൻ്റെ അപ്ലൈനെ കണക്കാക്കുന്നത് എൻ്റെ ലൈഫ് ലൈൻ ആയിട്ടാണ്. എൻ്റെ ജീവിതത്തിന്റെ ഒരു മാർഗരേഖ വരയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എൻ്റെ അപ്ലൈൻസിനെ കാണുന്നത്. നമുക്ക് നമ്മുടെ അപ്ലൈനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ആ മനുഷ്യൻ ശരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ തന്നു, ബിസിനസിന്റെ ഐഡിയ ഷെയർ ചെയ്തു തന്നു. നമ്മൾ ശരിക്കും എന്താണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യേണ്ടത്? പല ആളുകളും അപ്ലൈനെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു 15 നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇവരൊക്കെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ, ഇതൊക്കെ എൻ്റെ ആൾക്കാരാണ്, ഇവരെയൊക്കെ എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യിച്ചോളൂ. കോൾ സെന്റർ എക്സിക്യൂട്ടീവ് അപ്ലൈൻ. രണ്ട്, കൊറിയർ ഡെലിവറി ബോയ് അപ്ലൈൻ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം, ഒന്ന് എത്തിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയൊന്നല്ല, അത് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. പല ആളുകളും ചോദിക്കുന്നത് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട്, ഒന്ന് മറ്റൊന്ന് സാധനം ഒന്ന് ഡെലിവറി ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കൊറിയർ എക്സിക്യൂട്ടീവ് അപ്ലൈൻ. മൂന്നാമത്തെ ഒരു അപ്ലൈൻ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ ഒരാൾ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് അച്ചീവ് ചെയ്തു, അപ്പോൾ അതിന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈന് ഫോട്ടോ അയച്ചു കൊടുത്തു, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഒന്ന് അയച്ചു തരൂ കേട്ടോ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വെസ്റ്റീജിൽ നമ്മൾ 4 ബേസിക്സ് ട്രെയിനിങ് എടുത്തിട്ടുള്ള ഏത് വ്യക്തിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഡൗൺലൈനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലുള്ള വ്യക്തികളെ വിളിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും ഡെലിവർ ചെയ്യാനും വെസ്റ്റീജിന്റെ കൊറിയർ സർവീസ് ഉണ്ട്. നിങ്ങളുടെ അപ്ലൈനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട്, നമ്മൾ സാധാരണ പറയും ഓഡി, അതായത് ഓവർ ഡ്രാഫ്റ്റ്. അതായത് നമ്മളുടെ എന്ത് കാര്യത്തിനും ആദ്യം അവിടെ പേയ്മെന്റ് വഹിക്കുന്നത് നിങ്ങളുടെ അപ്ലൈൻ ആയിരിക്കും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ പറഞ്ഞതെല്ലാം തന്നെ മിസ്യൂസ് ആണ്. പ്രോപ്പർ യൂസേജ് എന്ന് പറയുന്നത് എന്താ? അപ്ലൈനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, ഒരു ട്രെയിനിങ് ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ അപ്ലൈൻ്റെ അടുത്ത് നിന്ന് പഠിക്കുക. ഇപ്പോൾ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് സ്ലൈഡ് ഉണ്ടാക്കാനും പോസ്റ്റർ ഉണ്ടാക്കാനും ഒന്നും അറിയില്ല. ഞാൻ സുധീഷ് മാർനാടിന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഇതൊന്നും അറിയില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ഇത് ചെയ്തു തരണം എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിത് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറി പതുക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്ത് കാര്യവും നമ്മൾ ചെയ്തു തരണമെന്നല്ല പറയേണ്ടത്, പഠിപ്പിച്ച് തരണം എന്നാണ് നമ്മൾ പറയേണ്ടത്. എനിക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ അറിയില്ല, എനിക്ക് പഠിക്കണം, സോ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് അപ്ലൈനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തു തരൂ, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തു തരൂ. എങ്ങനെ? ഇപ്പോ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല, നേരെ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത്, എനിക്ക് നല്ല രീതിയിൽ ഹൈ മൊമെന്റത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് അടുത്ത ഒരാഴ്ച ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഇതാണ്. എൻ്റെ 4 ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുന്നത് 4 ബേസിക്സ് ആണ്. 4 കൂടിയത് മാത്രമാണ് ആക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത ഒരാഴ്ചയിലത്തെ ആക്ടിവിറ്റി ഇതാണ്, ഞാൻ ഇനി ഇതിൽ കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാണ് അപ്ലൈനുമായിട്ട്, എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് പറയാനുള്ള കാരണം, പലപ്പോഴും പല കാര്യങ്ങളും അപ്ലൈൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. നിങ്ങളുടെ ഐഡിയാസ് ആണ്. നോർമലി എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നതും പറയുന്നതൊന്നും അല്ല.
നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് തോന്നുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾക്കത് ഇമോഷണലി, യെസ്, നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇമോഷണലി അതുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്ലൈൻ അതിലേക്ക് വേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പറയുകയാണ് അടുത്ത ഒരാഴ്ച ഞാൻ ഈ ഏരിയയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപ്ലൈൻ പറയും നിങ്ങൾ ആ ഏരിയയിൽ ഇത്ര ദിവസം ഇത്ര ശതമാനം മാത്രം അവിടെ വർക്ക് ചെയ്യുക, ബാക്കിയുള്ള വർക്ക് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്ലൈൻ എന്ന് പറയുന്നത് ഒരു ഗൈഡാണ്, അല്ലാതെ GPS പറയില്ലേ, എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ GPS എന്ന് പറയുന്നത്, GPS എന്താ, ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് ആരാ, ഞാനാണ്. വണ്ടി ഓടിക്കുന്നത് ആരാ, ഞാൻ തന്നെയാണ്. പക്ഷെ എന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്ലൈൻ. സോ ഇതാണ് ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. അപ്ലൈൻ എന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രമാണ്. ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ, ഒരു തവണ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ സംഹാരമാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് അപ്ലൈനെ വെക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഞാനൊരു ഇത് ചെയ്യായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞൊരു സംഭവമാണ്, നമുക്കൊരു ഇല ഉണ്ട് ഒരു സ്ഥലത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ആ ഇല വാങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അപ്ലൈനെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വസ്തു എങ്ങനെയാണോ അതുപോലെ നമ്മൾ നമ്മുടെ അപ്ലൈനെ ഉപയോഗിക്കണം. മമ്മൂട്ടി മോഹൻലാലിനെ നമ്മൾ എഡിഫൈ ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ എഡിഫൈ ചെയ്യേണ്ട വ്യക്തിയാണ് നമ്മളുടെ അപ്ലൈൻ. അതുപോലെ നിങ്ങൾക്കൊരു ക്രൗൺ ഡയറക്ടർ ആയിട്ട് മാറണോ, നിങ്ങൾക്കൊരു മില്യണർ ആയിട്ട് മാറണോ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലൈനെ മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ സൂപ്പർ സ്റ്റാറിനെ പോലെ എഡിഫൈ ചെയ്യുക. ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈന് നിങ്ങളൊരു താങ്ക്സ് നോട്ട് വിടുക. താങ്ക് യു മൈ അപ്ലൈൻ, മൈ ഡിയർ അപ്ലൈൻ, ഞാൻ ഇതുവരെ ഇനി എന്താണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ അപ്ലൈനെ നിങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. അടുത്തത് സോഷ്യൽ മീഡിയ. നെക്സ്റ്റ് പോയിന്റ്, സോഷ്യൽ മീഡിയ. ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. എനിക്കിത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രം കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ പോലും ഞാൻ അധികം സമയമില്ലാത്തത് കൊണ്ട്, ഇനി ആകെ 7 മിനിറ്റ് ആണുള്ളത്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. എന്താണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എന്താണ് വരുന്നത്? ഈ നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഇപ്പൊ നമ്മൾ നേരിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടുവെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പിന്നീട് സെർച്ച് ചെയ്യുന്നത് അവർ ഇൻസ്റ്റാ ID എന്താണ്, അല്ലെങ്കിൽ FBയിൽ ഫേസ്ബുക്കിൽ എന്താണ് അവരുടെ ID എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് ആ വ്യക്തിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ വേണ്ടത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ്, പ്രൊഫഷണൽ ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്ത് വിജയിക്കേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ് സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കയറി നോക്കുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ അത്രമാത്രം ഇല്ല, എന്നാലും ഉണ്ട്, ഇപ്പൊ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ന്യൂസുകൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ പണി ഷെയറിങ് ആവരുത്, മറിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പാടുക. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ മഞ്ജു വാര്യർ ആരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് കൂടുതൽ അറിയാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു, അവസാനം ചെല്ലുന്ന സമയത്ത് മഞ്ജു വാര്യർ ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നുള്ള ന്യൂസ് ആയിരിക്കും അവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വെബ്സൈറ്റിന് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസേഷണൽ സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് വേണം, നമ്മളൊരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ചറപ്പറ സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറരുത്. നമുക്ക് വേണ്ടത്, ആദ്യം വേണ്ടത് ഒരു സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ, ആദ്യം വേണ്ടത് എന്താ, പല വ്യക്തികളുടെയും പ്രൊഫൈൽ പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫൈൽ പിക്ക് എന്തായിരിക്കണം, നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, ആ പിക്ചറിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതൊരു പോയിന്റ്. പ്രൊഫൈൽ പിക്ക് വളരെ മസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങൾ പല ആളുകളും പല ദിവസം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പക്ഷേ കോവളം ബീച്ച് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ പിന്നെ കാസർഗോഡ് ബാക്കൽ ഫോർട്ടിൽ പോയി, പോകുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ കുറെ പടങ്ങളൊക്കെ എടുക്കും. ആ പടം എടുത്തൊരിക്കലും എന്ത് ചെയ്യരുത്, പ്രൊഫൈൽ പിക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പരമാവധി അത് വലിയ മാറ്റങ്ങളില്ലാതെ എല്ലാ ദിവസവും കുറച്ച് നാൾ അത് തന്നെ കൊണ്ടുവച്ചോണ്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ സ്റ്റാറ്റസിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഇനി അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം,
സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ എല്ലാ കണ്ട ന്യൂസുകളും നമ്മൾ എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്ത് സ്റ്റാറ്റസിൽ ഇടരുത്. നാളെ എന്താ പറയാ, ഉദാഹരണം പറയണമെങ്കിൽ ഓക്കെ നാളെ പണിമുടക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാറ്റസ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ ആളുകൾ അറിയാൻ പോകുന്നതാണ്. നമ്മൾ സ്റ്റാറ്റസിൽ എന്താണ് പ്രധാനമായിട്ട് എന്താണ് സ്റ്റാറ്റസിന്റെ മീനിങ് ഉള്ളത്? നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, നെഗറ്റീവായിട്ടുള്ളത് കുറച്ചൊക്കെ ഇടാം. ഇപ്പൊ ഉദാഹരണം ഏതെങ്കിലും ഒരു ബിഗ് ലോസ് ഉണ്ടായി, അപ്പോൾ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു, അതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാറ്റസ്. ജനറൽ നോളജ് വിളമ്പാനുള്ളതല്ല സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇവന്റ്, ആ ഇവന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇടാം. അത് എങ്ങനെ ആയിരിക്കണം? വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഐ എം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഇവന്റ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ഈ വരുന്ന ഈ ദിവസം ഇത്രയും എക്സൈറ്റിംഗ് ആയുള്ള ഒരു ഇവന്റ് നടക്കാൻ പോകുന്നു. ഉദാഹരണം, നാളെ നിങ്ങൾ നടക്കാൻ പോകുന്ന മിറാക്കിൾ മോർണിംഗിന്റെ വളരെ എക്സൈറ്റിംഗ് ആയുള്ള ഒരു സെഷൻ നാളെ കിട്ടാൻ പോവാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇടാം, ഐ എം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദിസ് സെഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡിസ്ക്രിപ്ഷനോട് കൂട്ടിയിട്ട് ഇടാം. അപ്പൊ സ്റ്റാറ്റസ് പ്രധാനമായിട്ടും വെക്കേണ്ടത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ശുഭദിനം കൂട്ടുകാരെ, പിന്നെ ഏതെങ്കിലുമൊക്കെ ചില പ്രേയറുകൾ, ഇതൊന്നും അല്ല ശരിക്ക്. കാരണം ഒരു പ്രൊഫഷണലി ഇത് ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ, പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നിങ്ങൾ പല തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമായിട്ടുണ്ടാവും. ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾ അംഗമായിട്ടുള്ളത്, പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നടക്കുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കേരള വിന്നിംഗ് ടീം. ഈ കേരള വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാവും. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ അവിടെ നടക്കുന്ന പല പോസ്റ്റുകൾ അവിടെ വരുന്നുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ നാളത്തെ മിറാക്കിൾ മോർണിംഗിനെ കുറിച്ചുള്ള പോസ്റ്റ് നിങ്ങളത് കണ്ടു എന്നുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെല്ലാവരും ലൈക്ക് പോസ്റ്റ് ചെയ്യണം എന്നല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. മിനിമം അത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ചെയ്ത വ്യക്തിക്ക് നമ്മൾ ഒരു താങ്ക്സ് നോട്ട് വിടുക. ഇതൊക്കെ നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് വലിയൊരു ടോപ്പിക്കാണ്, വലിയ സബ്ജക്റ്റ് ആണ്. ഞാനിത് അധികം ഡീറ്റെയിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇനി സമയം എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ പിക്ക് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക, ആവശ്യമില്ലാത്തത് ഷെയർ ചെയ്യാതിരിക്കുക. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുകയാണ്. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചില ആളുകൾ പ്രൊഡക്റ്റിന്റെ പടം എടുത്ത് ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്ന വ്യക്തി അതിൽ എന്തിനെയാണ് നോക്കുന്നത്? നിങ്ങൾ അതിലുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ പിക്ചറിന് എന്തെങ്കിലും ഒരു മീനിങ് ഉള്ളൂ. ആ പ്രൊഡക്റ്റിന്റെ പിക്ചറിന് ഒരു മീനിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിന് ഒരു മീനിങ് കൊടുക്കുന്നത് നിങ്ങളുടെ പടമാണ്. അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു പടം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്, ആളുകൾ ചോദിക്കും ഇത് എന്താ സംഭവം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വെറുതെ കുറെ പടങ്ങൾ ഇടരുത്, അതുകൊണ്ട് കാര്യങ്ങളില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കബിൾ. എന്താണോ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണോ മറ്റുള്ളവർക്ക് കൂടെ ഫോളോ ചെയ്യാൻ സാധിക്കുക, അത് മാത്രം ചെയ്യുക. ഉദാഹരണം പറയണമെങ്കിൽ നിങ്ങളൊരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നു. പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങൾ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരുന്ന ഒരു വ്യക്തിക്ക് അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്ലിപ്പ് ചാർട്ട് ഉണ്ട്, ആ ഫ്ലിപ്പ് ചാർട്ട് വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, വളരെ സിമ്പിൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, അത് ഏതൊരു വ്യക്തിക്കും ഡ്യൂപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് വെസ്റ്റീജിന്റെ ഇൻകം പ്ലാൻ എല്ലാ കണക്കുകളും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊരു വ്യക്തിക്ക് പ്ലാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് അടുത്ത പ്ലാൻ വരുന്ന സമയത്ത് നിങ്ങളാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വലിയ ധാരണയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡൗൺലൈൻ പറയും, ശ്രീദാസ് സാറ് വന്നാൽ മതി, മറ്റാൾക്ക് വലിയ പിടുത്തൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവർക്കും ഡ്യൂപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു സിംഹമായിട്ട് മാറേണ്ട, നിങ്ങളൊരു കുരങ്ങനായിട്ട് മാറുക. സിംഹങ്ങൾ എപ്പോഴും തനിച്ച് സഞ്ചരിക്കുന്നവരാണ്, അവര് വേറെ ഒന്നിനെയും കൂസാത്തവരാണ്. പക്ഷെ നമ്മളിവിടെ കുരങ്ങനായിട്ട് മാറുക എന്ന് ഉദ്ദേശിച്ചത്, കുരങ്ങന്മാരെ എപ്പോഴും കൂട്ടമായിട്ട് നടക്കും. ഒരു വ്യക്തി ചെയ്യുന്നത് മറ്റുള്ള വ്യക്തി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഒരാൾ തലചൊറിഞ്ഞാൽ മറ്റൊരാൾ തലചൊറിയും എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യാം. ഓക്കെ, സോ
ലാസ്റ്റ് പോയിന്റ്, ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ്. ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ് ഓർ എനി അതർ പ്രോജക്ട് വിത്തിൻ വെസ്റ്റീജ് ബിസിനസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാവട്ടെ, മറ്റേത് പ്രോജക്റ്റ് ആവട്ടെ, ഉദാഹരണം പറയണമെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്, നിങ്ങളുടെ ടീമിൽ വരുന്ന വ്യക്തികൾ, നിങ്ങളുടെ അപ്ലൈനോടോ ഡൗൺലൈനോടോ നമ്മൾ പോയി ചോദിക്കുകയാണ് ഒരു പോളിസി ഒന്ന് എടുക്കുവോ, ഇതെന്താണ്? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ വെസ്റ്റീജ് ബിസിനസ്സിനുള്ളിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കുക, നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നു, ആ ടീമിലുള്ള വ്യക്തിയുടെ അടുത്ത് മറ്റൊരു വ്യക്തി വന്നിട്ട് വേറെ ഏതെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമാവില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് വേറെ, ഇത് നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് എടുക്കുക, നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് മറ്റൊരു വ്യക്തി വന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആവാം. പലപ്പോഴും നമുക്കറിയാം MLM എന്ന് പറയുന്ന പേരിൽ കാണുന്ന നിരവധി ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളുണ്ട്. സ്കീമല്ല, സ്കാമുകളാണ്. ഇതൊക്കെ നമ്മൾ ഇതിലേതെങ്കിലും പോയി നമ്മൾ പെടുകയും നമ്മളെ ടീമിൽ പോയി ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, ഇപ്പൊ ഞാൻ വേദിക് പ്രൊഫഷനാണ്, ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ബിസിനസ്സിലാകെ ടഫ് ടൈമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാണ് ഹോമം കഴിക്കുക എന്നുള്ള ഡയലോഗ് പോലെ ഹോമം വേണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, അത് ഡ്യൂപ്ലിക്കബിൾ അല്ല, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ട കാര്യം എന്താണ്? അവർക്ക് അവരുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്ത് പുതിയ ലേണിംഗ് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡൗൺലൈനുമായിട്ട് ഞാൻ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ എപ്പോഴും നോക്കുന്നത് എന്ത് പുതിയ ലേണിംഗ് എടുത്തു കഴിഞ്ഞാൽ, പുതിയതായിട്ട് നിങ്ങൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും, അത് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സോ ഇതാണ് 9 കാര്യങ്ങൾ. ഈ 9 കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. 9 നെവേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. 9 ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിന്റെ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് സംസാരിക്കുക. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ പോയിന്റ് ഗൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഗ്രോ ചെയ്യാം. താങ്ക് യു. വിഷ് യു വെൽത്ത്. അപ്പൊ ഇത്രയും നല്ലൊരു വണ്ടർഫുൾ പ്രസന്റേഷൻ നൽകിയതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാറ്റ് ബോക്സിലൂടെ നന്ദി രേഖപ്പെടുത്തുക. എല്ലാ ഗ്രൂപ്പുകളിലും നമ്മുടെ ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി എല്ലാം ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽ.